യേശുനാഥ യേശുനാഥ പാപപരിഹാരദേവാ കോടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനെന്നു കാണും. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനെന്നു കാണും. പ്രൈസ് ലോർഡ്. ദ ഷെപ്പേഴ്സ് ഹാർപ്പിൻ്റെ 169 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 29:11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സങ്കീർത്തനങ്ങളിൽ 16 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ ആദ്യത്തെ 3 ഭാഗം നമുക്ക് കാണുവാനിടയായിത്തീർന്നു. ഇവിടെ സങ്കീർത്തനങ്ങൾ 23:4, 27:1, 29:11 നമ്മൾ ഭയപ്പെടേണ്ട, സമാധാനം നൽകുന്ന ദൈവം, ധൈര്യപ്പെടുത്തുന്ന ദൈവം, ബലം നൽകുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവത്തെ പറ്റിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്ന യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, തൻ്റെ ജനത്തെ സമാധാനം നൽകി സന്തോഷിപ്പിക്കും, അനുഗ്രഹിക്കും. 23 സങ്കീർത്തനം 4 വാക്യം, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നാം നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് താഴ്വരയായാലും, അത് മരണനിഴലായാലും കൂരിരു താഴ്വരയായാലും, അതിന് മധ്യേ ജീവന്റെ ബലമായി, പ്രകാശമായി, വെളിച്ചമായി, രക്ഷയായി നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതാണ് 27 സങ്കീർത്തനം 1 വാക്യം നാം വായിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവം. യെശയ്യാപ്രവചനം 40:31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ ഫോളോ ചെയ്ത അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത അവസാനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നത് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. കാരണം ജീവിതത്തിലെ പല പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും തൻ്റെ ജീവിത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയുടെ മധ്യേയും തന്നെ വിടുവിച്ച, തന്നെ ശക്തീകരിച്ച, തന്നെ ബലപ്പെടുത്തിയ, തന്നെ ശ്രേഷ്ഠനാക്കിയ ഒരു ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മശക്തി അത് അനുഭവിച്ചറിഞ്ഞ പൗലോസാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായൻ. ഇന്ന് പകൽക്കാലം നാം ആ ദൈവസന്നിധി നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മെ ശക്തീകരിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ശക്തീകരിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ബലം നൽകി, ജീവിതത്തിൽ ധൈര്യം നൽകി, അവസാനത്തോളം സമാധാനത്തോടെ, ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും തന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. 1 തിമോഥെയോസ് 4:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശരീര അഭ്യാസം ഏറ്റവും നല്ലത് എന്നാൽ ദൈവഭയമോ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിലും പ്രയോജനമാകുന്നു. അപ്പം എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതിലും മേത്തരമായത്, അത് ഈ ഭൂമിയിലേക്ക് മാത്രം, ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതാണെങ്കിൽ ഇവിടെ പറയുന്നത് ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമാകുന്നു. അപ്പോൾ ദൈവകൃപയോടെ, ദൈവഭക്തിയോടെ, ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള ജീവിതത്തിലും നമ്മെ ദൈനംദിനം അനുഗ്രഹമായി, ഐശ്വര്യമായി, ശക്തിയോടെ, ബലത്തോടെ, കൃപയോടെ, അഭിഷേകത്തോടെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവരാണ്. ഇന്ന് നേരിടുന്ന പ്രയാസങ്ങളെ കണ്ട്, പ്രതികൂലങ്ങളെ കണ്ട് പതറാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറുവാൻ ഇന്ന് വാക്കാലം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ ജീവന്റെ ബലമാകിയാൽ, ഞങ്ങൾക്ക് ശക്തി പകരുന്ന ദൈവമാകിയാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.